ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിയിലേക്ക് കടക്കുകയാണ്. മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ PS പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അറസ്റ്റ് അല്പസമയത്തിനകം ഉണ്ടാകും. അന്വേഷണം അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ സംസാരിക്കുകയാണ്. പ്രസിഡന്റ് പ്രതികരിക്കേണ്ട ഒരു കാര്യമില്ല. ഈ കേസിനെ പറ്റി ഞാൻ ഒന്ന് സംസാരിക്കുകയാണ്. ഈ അറസ്റ്റോടെ ദേവസ്വം സമയത്ത് അങ്ങ് പറഞ്ഞിരുന്നു ദേവസ്വം ബോർഡിനകത്ത് അല്ലെങ്കിൽ ശബരിമല വിശ്വാസികൾക്ക് പോലും വിശ്വാസം നഷ്ടപ്പെടുന്ന സമയമുണ്ട്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറസ്റ്റിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസം വീണ്ടും നഷ്ടപ്പെടുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഉത്തരവാദിത്വം കുറച്ചുകൂടെ കൂടും. വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാൻ ശബരിമലയിൽ പ്രത്യേകിച്ച് നാട്ടുകാരെ ബോധ്യപ്പെടുത്തുക മാത്രമല്ല, പ്രശ്നങ്ങളില്ലാതെ സുതാര്യമായിട്ട് നടത്താനുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വം വർദ്ധിച്ചിരിക്കുകയാണ്. ശമ്പളം പോലെ കൊടുക്കുന്ന രീതിയിലേക്ക് ഒരു കാര്യങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതിപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ല. ഇപ്പോൾ അങ്ങ് ദേവസ്വം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നപ്പോൾ എല്ലാവരും ഇരുവേദിൽ സ്വീകരിച്ചു. പക്ഷെ അതിനു മുമ്പ് വന്ന പല ആളുകളും ഇപ്പോൾ പല വിഷയങ്ങളിൽ പ്രതിസ്ഥാനം നിൽക്കുകയാണ്. അപ്പോൾ അത്തരം ആളുകൾ ഈ പറയുന്ന താക്കോൽ സ്ഥാനങ്ങളിലേക്ക് വരുന്നത് അത് നിയന്ത്രിക്കപ്പെടേണ്ടതല്ലേ? എന്നിട്ട് വീണ്ടും ആ സ്ഥാനം കഴിയുമ്പോഴത്തേക്ക് അവർ അറസ്റ്റിലാവുക. പത്മകുമാർ ആയാലും PS പ്രശാന്ത് ആയാലും നിങ്ങൾ ആദ്യമായിട്ടല്ലല്ലോ ഞാൻ നിങ്ങളൊക്കെ കാണുന്നത്. ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ ഞാൻ പ്രതികരിക്കുകയില്ല. നിങ്ങളിപ്പോൾ ഈ ബോർഡിൻ്റെ വല്ല കാര്യം ഉണ്ടെങ്കിൽ ചോദിക്കും പറയാം. ഈ ശബരിമല ഈ മകരവിളക്കുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ മുന്നൊരുക്കങ്ങളുടെ തകൃതിയായിട്ട് മുന്നൊരുക്കങ്ങൾ നടക്കുകയാണ്. മരാമത്ത് പണികളുണ്ട്, ഒരുപാട് ജോലികളുണ്ടല്ലോ, ക്ലീനിങ് നടക്കുന്നു. ഞങ്ങളതിൻ്റെ ഒരു ഊർജിതമായിട്ടുള്ള മുന്നൊരുക്കത്തിലാണ്. ഇപ്രാവശ്യം ശബരിമല തീർത്ഥാടനം ഒരു വ്യത്യസ്തമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. കാര്യക്ഷമമായിരിക്കണം. ഒന്നും ആയിട്ടില്ല. ഇന്നത്തെ ബോർഡിൽ അതൊന്ന് ചർച്ച ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. തീരുമാനമായിട്ട് ശരി കാണാം.